Okay, welcome to our classroom. In the topic profitability ratio based on investment. അതിൽ ആദ്യം വരുന്നത് ROI ആണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഫണ്ട് നിക്ഷേപിക്കാൻ പോകുമ്പോൾ കമ്പനി വാണ്ട്സ് ടു നോ വെദർ ഇറ്റ് ഇസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്, റൈറ്റ്? കമ്പനിക്ക് അറിയണം ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് റിട്ടേൺ കിട്ടും. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ROI. ഓക്കെ, ഇതും ഇൻറ്റു 100 ആണ്. സോ ഇതിൻ്റെ ആൻസർ റേഷ്യോയിലാണ് കിട്ടുക. ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. PBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ, PBIT എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. നമുക്ക് ആദ്യം PBIT എന്താന്ന് നോക്കാം. PBITയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഇത് P&L അക്കൗണ്ട് ആണ്. P&L അക്കൗണ്ടിന് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ കുറേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിങ്, ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവും. പിന്നെ അതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഉണ്ടാവും. പിന്നെയോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടാവും. സോ അതിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ്. P&L അക്കൗണ്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ ദിസ് ഇസ് യുവർ P&L അക്കൗണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് PBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടാണ് PBIT കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ, ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഇത് എവിടം വരെ വേണ്ടു? ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും PBIT. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ടാവും. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രം എടുക്കുക, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ലെസ് ചെയ്യുക, നമ്മുടെ ആൻസർ PBIT ആയിരിക്കും. ഇനി ചില ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് തരുന്നതെങ്കിൽ നമുക്കിവിടെ ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് വേണ്ട. ബിഫോർ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിനകത്ത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരാത്തത്. ഇതിപ്പം തന്നിരിക്കുന്നത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് അല്ലേ. അപ്പം നെറ്റ് പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുക, അത് ആഡ് ബാക്ക് ചെയ്യുക. പ്രൊവിഷൻ ഓഫ് ടാക്സേഷൻ ഉണ്ടോ നോക്കുക. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അല്ലെങ്കിൽ വെറും ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്തായിക്കോട്ടെ, സോ അതുണ്ടോ നോക്കുക. സോ അതും എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് രണ്ടും ഓർമ്മിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് തരുമ്പോൾ എന്താ ചെയ്യുക? ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ഇൻട്രസ്റ്റ്, ആഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഓക്കെ, ഈ PBIT തന്നെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാനത് എടുത്തെടുത്ത് പറയാത്തത് വീണ്ടും ഞാൻ കുറേ ഡീറ്റെയിൽസ് അതിനോട് ചേർന്ന് പറയേണ്ടി വരും. ദിസ് വീഡിയോ ഇസ് എസ് ഫോർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അതെന്താ ഏതാന്നൊന്നും എടുത്തെടുത്ത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ കോമ്പോണൻ്റ് ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നമുക്ക് ബാലൻസ് ഷീറ്റിനെ ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് പഴയ മോഡൽ ബാലൻസ് ഷീറ്റാണ്. ഞാൻ കമ്പനി ഫോമാറ്റിലൊന്നും ബാലൻസ് ഷീറ്റ് വരയുന്നില്ല ഇവിടെ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഉണ്ടാവും. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. ലാബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, ഡിബഞ്ചർ, അതർ ലോങ് ടേം ലോണും കറണ്ട് ലാബിലിറ്റി ഉണ്ടാവുമല്ലോ. ഓക്കെ, വാട്ട് ഈസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഐറ്റത്തിനാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ആയിക്കോട്ടെ ഇക്വിറ്റി ആയിക്കോട്ടെ രണ്ടും പെടും. ഓക്കെ, പ്ലസ് റിസർവ്സ് പ്ലസ് ഡിബഞ്ചർ പ്ലസ് അതർ ലോങ് ടേം ലോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഷെയർ ക്യാപിറ്റലും റിസർവ്, ഡിബഞ്ചർ, അതർ ലോങ് ടേം ലോൺ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓക്കെ, ഷെയർ ക്യാപിറ്റലിൽ പ്രിഫറൻസും ഇക്വിറ്റിയും ഒക്കെ എടുക്കണം. ഓക്കെയാണ്. ഇനി ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല തരിക. ഫിക്സഡ് അസറ്റ് തരും, കറണ്ട് അസറ്റ് തരും, കറണ്ട് ലാബിലിറ്റി തരും. നിങ്ങളോട് പറയും ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് രണ്ടും ആഡ് ചെയ്യുക. അസറ്റ് സൈഡ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ അസറ്റാണ് കിട്ടുക. ഓക്കെ, അസറ്റ് സൈഡ് ആഡ് ചെയ്യുക. അതിൽ നീ കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ ബാക്കി ആരായിരിക്കും? ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ. സോ എങ്ങനെ വേണ്ടെങ്കിലും യൂസ് ചെയ്യുക. ഒന്നിക്ക് ഇത് 4 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്, അതിൽ 4 മൈനസ് ചെയ്യുക, കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്യുക. ഇത് നമ്മളെ ടോട്ടൽ അസറ്റാണ്. അസറ്റ് സൈഡിൻ്റെ ടോട്ടലാണ് ഇത്. ഓക്കെ, ബട്ട് അതിൽ നമ്മുടെ P&L അക്കൗണ്ട് ഡെബിറ്റ് അങ്ങനെ പറയുന്ന ആ സംഭവങ്ങളുണ്ടല്ലോ. സോ അതൊന്നും എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം.
ഓക്കെ, അതായത് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇതും കൂടെ മൈനസ് ചെയ്യണം. ഈ 4 എണ്ണം ആഡ് ചെയ്യാം, അതിനകത്തുനിന്ന് ഈ P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഒക്കെ മൈനസ് ചെയ്യണം. ഓക്കെ, സോ എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം അതിലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം ഇക്വേഷൻ ഒന്നിക്ക് ഇത് എല്ലാം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് 2 ആഡ് ചെയ്തിട്ട് ഇത് കറണ്ട് ലാബിലിറ്റിന്ന് മൈനസ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ROI കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. ROIയുടെ വേറൊരു പേരാണ് അവിടെ തന്നിരിക്കുന്നത്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, രണ്ടും ഒന്നാണ്. സോ തന്നിരിക്കുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. പിന്നെ ബ്രാക്കറ്റിനകത്ത് ഇക്വിറ്റി ഷെയർ, ക്യാപിറ്റൽ, ഡിബഞ്ചർ, റിസർവ് എന്ന് തരുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ദെൻ 2,50,000 കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്. കറണ്ട് ലാബിലിറ്റീസ് ദർ, ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ദർ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിവിജൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഇസ് ഓൾസോ ഗിവൺ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ROI ആണ് കണ്ടുപിടിക്കേണ്ടത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിന് ROI എന്നും വിളിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ അങ്ങോട്ട് എഴുതും ഇല്ലേ? എന്നിട്ട് നമുക്ക് PBIT കണ്ടുപിടിക്കണം. PBIT കണ്ടുപിടിക്കാൻ ഞാൻ 2 വിധത്തിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നിക്ക് ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് വെച്ച് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ എന്താ തന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് നോക്കട്ടെ. ഗ്രോസ് പ്രോഫിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എന്തൊക്കെ ലെസ് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? സെല്ലിംഗ് എക്സ്പെൻസ് യെസ് ഓപ്പറേറ്റിംഗ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് ആണ്. ഇൻട്രസ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, ഫൈനാൻഷ്യൽ ആണ്. പ്രൊവിഷൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ അത് രണ്ടും എടുക്കില്ല. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തിട്ട് കണക്ക് ചെയ്യുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിനകത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ലെസ് ചെയ്യണം. സി ഇതാ ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ PBIT. ഇനി നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് നിന്ന് ഇൻട്രസ്റ്റും പ്രൊവിഷനും ആഡ് ബാക്ക് ചെയ്യണം. സോ നെറ്റ് പ്രോഫിറ്റ് എഴുതുക, ഇൻട്രസ്റ്റ് എഴുതുക, പ്രൊവിഷൻ എഴുതുക, ആഡ് ബാക്ക് ചെയ്യുക. സി നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ചെയ്തതും ഇവിടെ നിങ്ങൾക്ക് കാണാം, ആഡ് ചെയ്തിട്ടുണ്ട് ഈ 2 ഐറ്റം. യു വിൽ ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ PBIT. ഓക്കെ അല്ലേ? സോ നമുക്ക് ന്യൂമറേറ്റർ പാർട്ട് വരുന്നത് അതിൻ്റെ ഡിനോമിനേറ്റർ പാർട്ടാണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നിക്കൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഈ ഭാഗത്തിൻ്റെ ടോട്ടൽ മൈനസ് കറണ്ട് ലാബിലിറ്റി. എന്തൊക്കെ തന്ന് നോക്കാം. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടുന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താലാണ് നമ്മൾ ഇതിനെ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളത് മൈനസ് ചെയ്യണം. എവിടെ ഫിക്സഡ് അസറ്റ് ഉണ്ടോ അവിടെ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ മൈനസ് ചെയ്യണം. സോ ഇവിടെ ഇത് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് തന്നിട്ടുണ്ടോ? ഉണ്ട്. കറണ്ട് ലാബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ആ ഇക്വേഷൻ ആദ്യം ചെയ്ത് നോക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് 2,50,000 പ്ലസ് 1,50,000 മൈനസ് കറണ്ട് ലാബിലിറ്റി. ഓക്കെ, ഫിക്സഡ് അസറ്റ് ഇത് ഈയിലോട്ട് നിങ്ങളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫിക്സഡ് അസറ്റ് 2,50,000 പ്ലസ് കറണ്ട് അസറ്റ് 1,50,000 കറണ്ട് അസറ്റ് ഇതെവിടെയുണ്ട്? 2,50,000 പ്ലസ് കറണ്ട് അസറ്റ് 1,50,000 മൈനസ് കറണ്ട് ലാബിലിറ്റി ഇസ് ഈക്വൽ ടു 3,25,000. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര കിട്ടി? 3,25,000 കിട്ടി. ബട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 2 രീതിയിൽ ചെയ്യാം. ഇതും കൂടെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഓക്കെ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇതാ ഇക്വിറ്റി ഷെയർ 75,000 തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ 50,000 തന്നിട്ടുണ്ട്. ഡിബഞ്ചർ 1,50,000 തന്നിട്ടുണ്ട്. റിസർവ്സ് 24,000 തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, സോ നമുക്ക് എത്ര ഇപ്പോൾ കിട്ടിയത് ഇത് ചെയ്തപ്പം? 3,25,000 റൈറ്റ്. ഓക്കെ, എങ്ങനെ ചെയ്താലും നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ത് തന്നെ കിട്ടണം? 3,25,000 തന്നെ കിട്ടണം. ഓക്കെ, സോ ഹിയർ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 2,99,123 കിട്ടുക. ഓക്കെ, എപ്പോഴും ശ്രദ്ധിച്ചോ മക്കളെ, റിസർവ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും നെറ്റ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യണം അല്ലേ? അതത് ഇയറിലെ പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകില്ലേ? സോ ഈ ക്വസ്റ്റ്യനിൽ അവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് എത്ര? 24,000. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാട്ടെ നിങ്ങൾ 26 ആണ്.
ഓക്കെ 26,000 കേട്ടോ നെറ്റ് പ്രോഫിറ്റ്. ക്വസ്റ്റ്യനിലെ നെറ്റ് പ്രോഫിറ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 26,000 അതിൻ്റെ കൂടെ 3,25,000 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. PBIT 52,000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 3,25,000 ഇൻറ്റു 100 നമുക്ക് 16% കിട്ടും. ഇതിൻ്റെ ഐഡിയൽ 15% ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 16 കിട്ടീന്. അപ്പോൾ നമ്മളോട് പറയും കുഴപ്പമില്ല, വേണമെങ്കിൽ എടുത്തോ, ഇറ്റ്സ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്താൽ. ഓക്കെ, സോ നമ്മൾ ROI കഴിഞ്ഞു. ഇനി അടുത്തത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഞാൻ എഴുതുന്നില്ല. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബിഫോർ ടാക്സ് എന്നുള്ളത് ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നാണ് വരുന്നത്. സോ ആഫ്റ്റർ ആണ് വേണ്ടത്. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ്, അതായത് ഇത് രണ്ടും PNL അക്കൗണ്ടിനകത്ത് നിന്ന് ഇൻട്രസ്റ്റും ടാക്സൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നമുക്ക് വേണ്ടത്. PAT എന്ന് പറയും, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ അതും നിങ്ങൾ എഴുതുക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താ? ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ് പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, പിന്നെ അതിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി എന്തെങ്കിലും ഒരു അൺഅക്യുമുലേറ്റഡ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡിഡക്റ്റ് ഇറ്റ്, റൈറ്റ്? സോ നമ്മൾ നേരത്തെ ഉള്ള ഏതൊക്കെയോ ഇക്വേഷൻസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യാം. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ സെയിം ക്വസ്റ്റ്യൻ യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ നമുക്ക് വേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്, റൈറ്റ്? ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. ബട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുവാണ്, ഇങ്ങനെ ഒരു പോയിന്റ് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങളോട് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് എടുക്കുക. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? ഇതെടുക്കുക. ഇതിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ലെസ് ചെയ്യുക. PBIT കിട്ടും. PBITന്ന് ലെസ് ചെയ്യുക. വാട്ട്? ഇൻട്രസ്റ്റ് എത്ര? 12,000 ലെസ് ചെയ്യുക. ലെസ് ചെയ്യേണ്ടത് ഞാൻ ബ്രാക്കറ്റിലിട്ടു. ഇനിയോ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടോ? ഉണ്ട്. അതും ലെസ് ചെയ്യുക. അത് ലെസ് ചെയ്താൽ 14,000 കിട്ടും. ഇത് ചെയ്താൽ നിങ്ങൾ ആൻസർ 26,000 ആയിരിക്കും. നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നില്ലേ, അത് തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസർ. ബൈ ചാൻസ് എ ക്വസ്റ്റ്യൻ ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഗിവൺ ആൻഡ് യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്താ? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ ലെസ് ചെയ്യുക. ആ കിട്ടുന്നതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ PBIT എന്ന് പറയും. PBIT എന്ന് എന്തൊക്കെ ലെസ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ലെസ് ചെയ്താൽ യു വിൽ ഗെറ്റ് PAT എന്ന് പറയും. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് പറയും. ഇതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, എപ്പോഴും ലെസ് ചെയ്യുമ്പം ആദ്യം ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം, എന്നിട്ട് മാത്രമേ ടാക്സേഷൻ ലെസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഇഫക്റ്റും മാറില്ല, ആൻസർ ഒന്നും മാറില്ല. ബട്ട് അതിൻ്റെ റൂൾ അങ്ങനെയാണ്. ഫസ്റ്റ് യു ഹാവ് ടു ഡിഡക്ട് ദ ഇൻട്രസ്റ്റ്, ദെൻ ഓൺലി യു ഹാവ് ടു ഡിഡക്ട് ദി ടാക്സേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ അല്ലയോ? സോ അവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് നേരിട്ട് തന്നിട്ടുണ്ട്. ഞാൻ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് വേണ്ടത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റിയും വേണം, പ്രിഫറൻസും വേണം, പിന്നെ എല്ലാ റിസർവ്സും പ്ലസ് ചെയ്യണം. റിസർവ്സിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇക്വിറ്റി, ഇത് പ്രിഫറൻസ്, ഇത് റിസർവ്സ്, ഇത് നെറ്റ് പ്രോഫിറ്റ്. സോ 1,75,000 കിട്ടും. യു വിൽ ഗെറ്റ് 15%. നമ്മളെപ്പോഴും അപ്രോക്സിമേറ്റ് ആയിട്ട് പോയിൻ്റൊക്കെ റൗണ്ട് ചെയ്തിട്ടൊക്കെ എഴുതാനൊന്ന് ശ്രമിക്കണം. ഓക്കെ, നൗ അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, അവിടെ വരുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻഡ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്.
ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഓക്കെ ആണ്. സോ ഞാനിവിടെ ഒന്നുകൂടെ അത് എഴുതിയാൽ നിങ്ങൾക്കത് ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. എന്താ ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാത്രമല്ല, ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടെ കഴിച്ച് ബാക്കി വരുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എഴുതി, അതിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഞാൻ ലെസ് ചെയ്തു, എനിക്ക് കിട്ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇതിനെ ഞാൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനിയോ ഇതിൽ നിന്ന് ഞാൻ വീണ്ടും ലെസ് ചെയ്യുന്നു. എന്ത് ആദ്യം ലെസ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ വാട്ട്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറാ, ലോണാ, എന്തെങ്കിലും ലോങ് ടേം ആയിരിക്കണം. ഓക്കെ, സോ അത് ഞാൻ ലെസ് ചെയ്യുന്നു. ലെസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എഴുതുന്നു. പിന്നെ ഞാൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അല്ലെങ്കിൽ വെറും ടാക്സേഷൻ ക്വസ്റ്റ്യനിൽ അങ്ങനെ എന്തെങ്കിലും ടാക്സ് പോലെ തോന്നിയാൽ അത് ഞാൻ ലെസ് ചെയ്യുന്നു. ആ കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നു. ഇതിനെ ഞാൻ വിളിക്കുന്നു നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് വിളിക്കൂല, ബിക്കോസ് എപ്പോഴും ഇൻട്രസ്റ്റിന് ശേഷമേ നമ്മൾ എന്ത് ചാർജ് ചെയ്യുള്ളൂ? ടാക്സ്. സോ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കുന്നു ക്വസ്റ്റ്യനിൽ. ഇനി ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ ആരെ ലെസ് ചെയ്യുക? പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് കണ്ടുപിടിക്കുക. അത് വീണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫോമാറ്റ്. ഇഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഫോമാറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതാ തന്നെയെങ്കിലോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് തന്നെയെങ്കിൽ അതിന് ഏത് മാത്രം ലെസ് ചെയ്താൽ മതി? പ്രിഫറൻസ് ഡിവിഡൻഡ് മാത്രം ലെസ് ചെയ്യാൽ മതി. ഇതിൽ എവിടെ നിന്നാണോ വരുന്ന അവിടെ വെച്ച് നിങ്ങൾ ചെയ്യുക. ഇനി ഇവിടെ PBIT തന്നെയെങ്കിലോ, ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇതാ ക്വസ്റ്റ്യനിൽ തന്നെയെങ്കിലോ ഇത് രണ്ടും മൈനസ് ചെയ്യണം, ഇതും മൈനസ് ചെയ്യണം. ഇനി ഇവിടുന്ന് തരുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ ഫോമാറ്റ്. ഓക്കെ, സോ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാം. അല്ല, സോറി, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതും നമ്മൾ മുന്നേ ഏതോ ഒരു റേഷ്യോ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റേഷ്യോൻ്റെ പേര് പറയാത്ത നിങ്ങൾ തന്നെ തപ്പിത്തടഞ്ഞ് കണ്ടുപിടിക്കും. അതൊന്നും കൂടെ മനസ്സിൽ പതിഞ്ഞോളും. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. സെയിം ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഞാൻ ചെയ്യുന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ, ചെറിയൊരു മാറ്റമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഞങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്താലും എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് എഴുതി, അതിൽ നിന്ന് ഞാൻ എൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ ഞാൻ ലെസ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്ത് ലെസ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് ലെസ് ചെയ്ത്, ഇത് ലെസ്. എനിവേ വാട്ട് എവർ യു ലൈക്ക്, യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. 52,000 കിട്ടി. ഓക്കെ, ഈ 52,000 എനിക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനകത്തുനിന്ന് ഞാൻ ഇൻട്രസ്റ്റും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ലെസ് ചെയ്തു. ഓക്കെ, രണ്ടും ഞാൻ ലെസ് ചെയ്തു. എപ്പോഴും ഇൻട്രസ്റ്റ് ആദ്യം വരണം. ലെസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 26,000. പോരാ, ഇതിൽ നിന്ന് ഞാൻ ആരെയും കൂടെ ലെസ് ചെയ്യണം? പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റും കൂടെ ലെസ് ചെയ്യണം. പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. 10% പ്രിഫറൻസ് ഷെയർ ഓഫ് 50,000. ഈ 10% എന്ന് പറയുന്നത് ഡിവിഡൻറ്റ് റേറ്റ് ആണ്. 50,000-ൻ്റെ 10%. എത്ര? 5,000. എങ്ങനെ കിട്ടിയ? 50,000 ഉണ്ട്, ആൻഡ് ഇറ്റ്സ് 10% പ്രിഫറൻസ് ഷെയർ. 50,000-ൻ്റെ 10 കാണും, 5,000 കിട്ടും. സോ 5,000 ഞാൻ ഇവിടുന്ന് ലെസ് ചെയ്യുന്നു. സോ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന സാധനം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് 21,000. ഇനി ഞാൻ നെറ്റ് പ്രോഫിറ്റും, ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റും ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അതിൽ നിന്ന് ഏത് മാത്രം ലെസ് ചെയ്താൽ മതി? ഇത് ഈ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. പ്രിഫറൻസ് ഡിവിഡൻറ്റ് മാത്രം ലെസ് ചെയ്യുക, ഇത് ചെയ്യാം. ഓക്കെ, സോ എന്താണോ എടുക്കുന്നത് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇനി എനിക്ക് വേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഈ സമയം കൊണ്ട് നിങ്ങളത് പോയി നോക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസും ഇൻക്ലൂഡിങ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അൺഅക്യുമുലേറ്റഡ് എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ
അൺഅക്യുമുലേറ്റഡ് ആയിട്ടുള്ള P&L ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, എനിവേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണോ? 75,000 ആണ്. റിസർവ്സ് എത്രയാ? 24,000 ഇല്ല. 24,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാ? 21,000 ആണ്. റൈറ്റ്, കിട്ടും 1,20,000. സോ നമ്മുടെ ഇക്വേഷൻ എന്താടോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വാട്ട് ഈസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ 21,000 ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1,20,000. സി കാണാം, യു ഗോട്ട് 17.5. ഓക്കെ, അടുത്തത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അത് നെക്സ്റ്റ്. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം ആണ്. സോ ടഫ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുക. ഓക്കെ.